ഒരു ഫാഷൻ ഡിസൈനറല്ല ഞാൻ. എനിക്ക് സ്റ്റിച്ചിങ്ങിൻ്റെ ഒരു ABCD പോലും അറിയില്ല. ഞാനൊരു ബ്യൂട്ടീഷ്യനല്ല, ഒന്നുമല്ല. എന്നിട്ടും ഞാൻ ഒരു വീട്ടമ്മ ബിസിനസ്സിലേക്ക് ഇറങ്ങുന്ന സമയത്ത് എന്തെല്ലാം പ്രശ്നങ്ങളും പ്രയാസങ്ങളും വരുന്നുണ്ട്, അതെല്ലാവർക്കും അറിയാവുന്ന കാര്യമല്ലേ. അങ്ങനെ ഒരു വ്യക്തി കൊറോണ കാലത്ത്, നമ്മളെല്ലാവരും കൊറോണ കാലത്ത് ഒരുപാട് ബിസിനസ്സുകൾ തുടങ്ങിയല്ലോ. വീട്ടമ്മമാർ ഓൺലൈനിലൂടെ തുടങ്ങിയിട്ട് വിജയിച്ചവരുണ്ട്, തുടങ്ങിയിട്ട് നടുക്ക് വെച്ച് നിർത്തിയവരുണ്ട്, അങ്ങ് ഒരുപാട് പേരുണ്ട്. ഇന്ന് ഞാൻ നിങ്ങൾക്ക് പരിചയപ്പെടുത്തി തരാൻ പോകുന്നത് ഓൺലൈൻ കാലത്ത് ഓൺലൈനിലൂടെ ഡ്രസ്സിൻ്റെ ഫീൽഡിലേക്ക് ഇറങ്ങി ഒരു റിതം എന്ന ബ്രാൻഡായിട്ട് മാറിയ ഒരു അടിപൊളി ഓൺട്രപ്രണറെയാണ്. അപ്പോൾ നമുക്ക് ആളെ പരിചയപ്പെട്ടാലോ? കമോൺ. ഹായ്, ഇതാണ് ഞാൻ പറഞ്ഞ ആള് പേര് രശ്മി എന്നാണ്. ഇന്നെ ചിലപ്പോൾ പല ആൾക്കാർക്കും പരിചയം ഉണ്ടാവും. ഞാൻ കടന്നു വന്ന ഓരോരോ സ്റ്റെപ്പുകൾ, ഞാൻ ഫാഷൻ ഡിസൈനറാണ്, ഡ്രസ്സിൻ്റെ ഫീൽഡിൽ ഇറങ്ങിയ ആള്, അതിനെക്കുറിച്ച് ഒരുപാട് കാര്യങ്ങൾ പഠിച്ച ആളാണ്. പക്ഷെ എനിക്ക് ആളെ കണ്ട സമയത്ത് കൊറോണൻ്റെ കാലത്ത് അത്രയും സ്ട്രഗിൾ ചെയ്ത് ഇന്ന് ഈ വക്കത്ത് റിതം എന്നൊരു ബ്രാൻഡ് ആക്കിയെടുക്കാൻ ആൾ ബാക്കിലെടുത്ത ഒരു എഫേർട്ട് ഇന്ന് എനിക്ക് ചിന്തിക്കാനുള്ളൂ. എന്താണ് ഇതിൻ്റെ രഹസ്യം, എങ്ങനെയാണ് വന്നത് എന്നൊരു ചെറിയൊരു കാര്യമെങ്കിലും നിങ്ങൾ അറിഞ്ഞിരിക്കണ്ടേ. അപ്പൊ നമുക്ക് കൂടുതൽ വിശേഷങ്ങൾ ചോദിച്ചറിയാം. പേര് രശ്മി. ഞാൻ ശരിക്കും എൻ്റെ സ്ഥലം വടകരയാണ്, വടകരക്കാരിയാണ് ഞാൻ പഠിച്ചത് ഡിഗ്രി പ്ലസ് HDC കോഴ്സ് വരെ ഞാൻ ചെയ്തിട്ടുണ്ട്. പിന്നെ ഒരു 5-6 വർഷത്തോളം PSC എഴുതാൻ വേണ്ടി ട്രൈ ചെയ്തു. PSC എഴുതാനുള്ള കാരണം എന്ന് പറഞ്ഞാൽ ഹസ്ബൻഡിൻ്റെ വീട്ടുകാർ മൊത്തം ഗവൺമെൻറ് ഉദ്യോഗസ്ഥരാണ്. പിന്നെ അനിയത്തിൻ്റെ ഹസ്ബൻഡെല്ലാം ബാങ്കിലാണ്. അങ്ങനെ ആ ഒരു രീതിയിലുള്ള കുടുംബമാണ്. അപ്പം എനിക്കൊരു ജോലി എന്നുള്ളത് മാത്രമായിരുന്നു എൻ്റെ ഒരു ഫോക്കസ്. അങ്ങനെ ഒരു ബിസിനസ് മേഖലയ്ക്കൊന്നും ആരും വന്നിട്ടില്ല. അതൊക്കെ നമ്മളൊരു ഭാഗമല്ല എന്നുള്ള രീതിയിലാണ് നമ്മളെല്ലാം ജീവിച്ച് വന്നത്. അതുകൊണ്ട് പിന്നെ എൻ്റെ അച്ഛൻ ഒരു ചെറിയൊരു ബിസിനസ്സുകാരനായിരുന്നു നാട്ടിലുള്ള. പക്ഷെ അങ്ങനെ ഒരു വിജയിച്ചൊരു ബിസിനസ്സുകാരനല്ലായിരുന്നു. അപ്പോൾ അത് എൻ്റെ ബ്ലഡിൽ ഉണ്ടോയെന്ന് ചിലപ്പോൾ ഇപ്പം ഞാൻ ചിന്തിക്കുന്നുണ്ട്. അതായിരിക്കാം. പറഞ്ഞല്ലോ PSC എഴുതി പിന്നെ ജോലി കിട്ടാനൊക്കെ കുറേ പിന്നിലായപ്പം നെക്സ്റ്റ് ഓപ്ഷൻ എന്നുള്ള രീതിയിലാണ് ഞാൻ ഇതിലേക്ക് വന്നത്. ഞാൻ കൊറോണയ്ക്ക് 1-2 വർഷം മുന്നേ എൻ്റെ ഹസ്ബൻഡ് ഒരു അധ്യാപകനാണ്. അപ്പോൾ അവരുടെ ഒരു സുഹൃത്ത് വഴിയാണ് എനിക്ക് ഈ ഒരു ഓൺലൈൻ ബൊട്ടീക്കിലേക്കുള്ളൊരു എൻട്രി കിട്ടിയത്. അവർ NSC എക്സാമൊക്കെ എഴുതി, അതിലൊന്നും കിട്ടിയില്ല. അപ്പോൾ അങ്ങനെ ഇനി അടുത്തതുണ്ട് എന്നുള്ളൊരു സ്റ്റെപ്പ് നോക്കുമ്പോൾ അപ്പോൾ അവരെന്നോട് ചോദിച്ചു, നിങ്ങൾക്ക് എന്തെങ്കിലും സ്വന്തമായി എന്തെങ്കിലും ചെയ്തുകൂടെ എന്ന് ചോദിച്ചു. ഹസ്ബൻഡ് എങ്ങനെ സപ്പോർട്ട് ചെയ്യുന്നത്? എല്ലാ തരത്തിലുള്ള സപ്പോർട്ട് ഉണ്ട്. ഒരിക്കലും സപ്പോർട്ട് ഇല്ലാണ്ട് നമുക്കിത് മുന്നോട്ട് കൊണ്ടുപോകാനല്ല. ആദ്യം ഇതൊരു തമാശ രീതിയിലാണ് എടുത്തത്. ഓൺലൈനിൽ പിന്നെ ആദ്യം ഓർഡർ കിട്ടുമ്പോഴും അതൊന്നും അത്ര ശ്രദ്ധിച്ചിരുന്നില്ല. കാരണം ചെറിയൊരു ബിസിനസ് എന്നുള്ള രീതിയിൽ. പിന്നെ അതിൽ ഞാൻ എൻ്റെ ഫ്രണ്ട്സിമാരെയൊക്കെ ആഡ് ചെയ്ത് അങ്ങനെ മുന്നോട്ട് പോകുമ്പോൾ ഇത് കൊള്ളാലോ എന്നുള്ള രീതിയിലേക്ക് ഹസ്ബൻഡ് എത്തി. ആദ്യമൊന്നും വലിയ ശ്രദ്ധിച്ചിരുന്നില്ല. പിന്നെ എല്ലാ തരത്തിലുള്ള സപ്പോർട്ട്, പിന്നെ നമ്മൾ ഓൺലൈനിൽ സാധനങ്ങളൊക്കെ ഹസ്ബൻഡിൻ്റെ വണ്ടിയിൽ വെച്ച് കൊടുക്കാൻ എല്ലാ തരത്തിലുള്ള സപ്പോർട്ട് എല്ലാം ചെയ്തിട്ടുണ്ട്. പിന്നെ ഇതിലേക്ക് ഈ ഷോപ്പിലേക്ക് ഇത്ര രീതിയിലുള്ള ഇൻറ്റീരിയറും കാര്യങ്ങളെല്ലാം ചെയ്ത് മുന്നോട്ട് പോകാൻ എല്ലാ തരത്തിലുള്ള സാമ്പത്തിക സപ്പോർട്ടും എല്ലാം തന്നത് ഹസ്ബൻഡ് തന്നെയാണ്. അത് എടുത്തു പറയേണ്ടത് തന്നെയാണ്. ഇത് ഈ ഒരു രീതിയിലേക്ക് കൊണ്ടുവരിക എന്നുള്ള ഒരു ചിന്ത പോലും ഇല്ലാണ്ടാണ് ഇത് സ്റ്റാർട്ട് ചെയ്തത്. ഇത് എന്താവും, ഇത് വളരെ ടെൻഷൻ പിടിച്ച കാര്യമായിരുന്നു. എന്താ വെച്ചാൽ ഓൺലൈനിൽ ആൾക്കാർ കാണാതെയാണ് സെലക്ട് ചെയ്യുന്നത്. ഇപ്പോൾ ഓൺലൈനിൽ എല്ലാവർക്കും ധൈര്യം ഉണ്ട് എടുക്കാൻ. ആ ഒരു 6-7 വർഷം മുന്നേ ഇത്ര ധൈര്യം ജനങ്ങളിലേക്ക് വന്നിട്ടില്ല. ആ സമയത്താണ് ഞാനിത് സ്റ്റാർട്ട് ചെയ്തത്. പിന്നെ ഞാൻ ജോലിയൊന്നും ചെയ്യാത്ത ഒരാളായതുകൊണ്ട് എന്നെ സപ്പോർട്ട് ചെയ്യാനാണ് കുറേ പേര് ആദ്യം വാങ്ങിയത്. പിന്നെ കിട്ടിയ പ്രൊഡക്റ്റ് നല്ലതായതുകൊണ്ട് ഇതിന് നല്ല ധൈര്യം വേണം. നല്ല ധൈര്യം ഉണ്ടെങ്കിൽ മാത്രമേ നമുക്കൊരു ഓൺലൈൻ ബൊട്ടീക്ക്, ഓഫ്ലൈൻ എന്നാലും നമുക്ക് തുടങ്ങാം. കാരണം വന്ന് ഇഷ്ടപ്പെട്ടില്ല, അവരെടുത്തില്ല, അവർ തിരിച്ചു പോകും. പക്ഷേ ഇത് റിട്ടേൺ വരും, കാര്യങ്ങൾ വരും, അങ്ങനെയൊക്കെ വരും. പക്ഷേ എനിക്ക് ഓരോ ദിവസം അന്ന് 6-7 വർഷം മുന്നേ തുടങ്ങി അന്ന് മുതൽ ഇന്ന് വരെ എനിക്ക് ഒരു ഓർഡറെങ്കിലും ഇല്ലാത്ത ഒരു ദിവസം ഉണ്ടായിട്ടില്ല. അതാണ് എൻ്റെ ഒരു ആത്മവിശ്വാസം. അത്രയും ഞാൻ ചിന്തിച്ചിട്ടുള്ളൂ. എനിക്കിതിൽ ഞാൻ ലക്ഷ്യങ്ങളുണ്ടാക്കി അങ്ങനെയല്ല പറയുന്നത്. ഓരോ ദിവസവും സ്റ്റെപ്പായിട്ട് ഞാൻ മുന്നോട്ട് പോവുകയാണ് ചെയ്തത്. അതുകൊണ്ട് എനിക്ക് ധൈര്യം ഇപ്പോഴും ഉണ്ട്. അതുകൊണ്ടാണ് ആ ധൈര്യത്തിലാണ് ഇവിടെ ഇന്നും നിൽക്കുന്നത്. കുറേ കഷ്ടപ്പെട്ടിട്ടുണ്ട്. നമ്പർ ആഡ് ചെയ്യാനും ആൾക്കാർ ചോദിക്കാനും കുറേ പേര് ലെഫ്റ്റ് അടിച്ച് പോകും, ഒക്കെ വിഷമമൊക്കെ തോന്നിയിട്ടുണ്ട്. പിന്നെ ഒരിക്കലും നമ്മൾ വിചാരിച്ചവരൊന്നും നമ്മളെ സപ്പോർട്ട് ചെയ്യൂല. പക്ഷേ അതൊന്നും ഇല്ലെങ്കിലും ഒരാൾ വന്ന് നമ്മളെ സപ്പോർട്ട് ചെയ്യുന്ന ഒരവസ്ഥ ഇതിൽ മൊത്തം ഉണ്ടായിട്ടുണ്ട്. അപ്പോൾ എനിക്കങ്ങനെ ആ ഒരു ധൈര്യം തന്നെയാണ്. നമ്മൾ ചുറ്റുവട്ടുള്ളത് എന്തോ നടന്നോട്ടെ, അതൊന്നും നമ്മൾ ആലോചിക്കേണ്ട. നമ്മളെ കാര്യങ്ങൾ ഫോക്കസ് ചെയ്ത് മുന്നോട്ട് പോയാൽ
നമുക്ക് മുന്നിലേക്ക് പോകാൻ പറ്റുമെന്ന് തന്നെയാണ് എൻ്റെ ഒരു വിശ്വാസം. യുദ്ധത്തിൻ്റെ യാത്ര ഏകദേശം തുടങ്ങിയിട്ട് ഒരു 6-7 വർഷത്തോളമായി. അപ്പം യാത്ര എന്ന് പറയുമ്പോൾ ഏത് യാത്രയിലും നമുക്ക് സ്ട്രഗിളിങ് ഉണ്ടാവും. കൊറോണ കാലത്താണ് ഇത് റീച്ച് ആയതെങ്കിലും അതിൻ്റെ ഒരു 1-2 വർഷം മുന്നേ തന്നെ ഞാൻ തുടങ്ങിയിട്ടുണ്ട്. കല്യാണം കഴിച്ച് കുട്ടികളായി, ഹസ്ബൻഡ് ഒരു ഗവൺമെൻറ് ഉദ്യോഗസ്ഥനാണ്, ഹസ്ബൻഡിൻ്റെ വീട്ടിൽ എല്ലാവരും ഗവൺമെൻറ് ജോലിക്കാരാണ്. അപ്പോൾ ചുറ്റുവട്ടത്തൊരു മൊത്തം ജോലിക്കാരാകുമ്പോൾ നമുക്ക് വരുന്നൊരു കോംപ്ലക്സ്, പിന്നെ അത് പഠിച്ച് അവിടെ വരെ എത്താൻ ആവുന്നില്ല എന്നുള്ളൊരു വിഷമങ്ങൾ, അങ്ങനെ കുറേ കാര്യങ്ങളിലൂടെ മുന്നോട്ട് പോകുമ്പോഴാണ് എൻ്റെ മുന്നിലേക്ക് ഒരു എന്താ പറയണ്ടത്, ഞാൻ ഇന്നും എൻ്റെ ഒരു ദൈവത്തിനെ പോലെ അല്ലെങ്കിൽ ഒരു ഗോഡ് ഫാദറൊക്കെ ആണ് സോണി ടീച്ചറാണ് എനിക്ക് ഇതിലേക്കുള്ളൊരു വഴി. ഞാൻ ആ പേര് ഈ സമയത്ത് എടുത്ത് പറഞ്ഞിട്ടില്ലെങ്കിൽ അത് ഭയങ്കര ഒരു നന്ദികേടാവും. ആ ടീച്ചർ അന്ന് മുതൽ ഇന്ന് വരെ എനിക്ക് എല്ലാതരം സപ്പോർട്ടും തന്ന് എൻ്റെ കൂടെ ഉണ്ട്. എനിക്ക് അങ്ങനെ ഒരാൾ ഉണ്ടായിരുന്നു. അവരൊരു തുടക്കം കുറിച്ച് തന്നു. എനിക്കൊരു ഓൺലൈനായിട്ട് കുറച്ച് വെൻഡേഴ്സിൻ്റെ നമ്പേഴ്സ് തന്നിട്ട് നീ സ്റ്റാർട്ട് ചെയ്യുന്നതെന്ന് മാത്രം അവർ പറഞ്ഞ്, പിന്നെ അതിൽ നിന്ന് കുറേ സ്ട്രഗിൾ ചെയ്ത് ഞാൻ തന്നെയാണ് ഇത് മുന്നോട്ട് കൊണ്ടുപോകുന്നത്. അപ്പം പിന്നെ എൻ്റെ കുറേ സുഹൃത്തുക്കൾ, നമ്മുടെ ആൾക്കാരൊക്കെ സഹകരിച്ചുകൊണ്ട് മാത്രമാണ് എനിക്കിവിടെ എത്താനുള്ളത്. എനിക്ക് ഈ മേഖലയായിട്ട് എനിക്ക് ഒരു ബന്ധമില്ലാത്തുള്ള ഒരു ഫാഷൻ ഡിസൈനറല്ല ഞാൻ. എനിക്ക് സ്റ്റിച്ചിങ്ങിൻ്റെ ഒരു ABCD പോലും അറിയില്ല. ഞാനൊരു ബ്യൂട്ടീഷ്യനല്ല, ഒന്നുമല്ല. എന്നിട്ടും ഞാൻ ഇതൊക്കെ നടത്തിക്കൊണ്ട് പോവാമെങ്കിൽ നിങ്ങളിൽ പലർക്കും എന്നെക്കാട്ടും ഒരുപാട് കഴിവുകളുള്ളവരായിരിക്കും. അതുകൊണ്ട് എനിക്കിത് പറ്റിയിട്ടുണ്ടെങ്കിൽ നിങ്ങൾ ഓരോരുത്തർക്കും പറ്റും. അപ്പോൾ എനിക്ക് പറയാനുള്ളത്, നിങ്ങൾ ആഗ്രഹം ചെറുതായിക്കോട്ടെ വലുതായിക്കോട്ടെ, എന്താഗ്രഹമാണെങ്കിലും അത് നിങ്ങൾ മുന്നോട്ട് കൊണ്ടുപോകാൻ വേണ്ടി പ്രയത്നിക്കുക. അപ്പോൾ ചുറ്റുമുള്ളവരെല്ലാവരും നിങ്ങളെ കൂടെ നിൽക്കും. പല പ്രശ്നങ്ങളുണ്ടാവും, പരിഹാസങ്ങളുണ്ടാവും, അങ്ങനെ പലതും ഉണ്ടാവും. അതൊന്നും നമ്മൾ എല്ലാവർക്കും പഠിച്ചിട്ട് ജോലി നേടാനും അല്ലെങ്കിൽ അങ്ങനെ എല്ലാവർക്കും ജോലി തരാൻ നമ്മുടെ നാട്ടിൽ സൗകര്യങ്ങളില്ല. അപ്പം നമ്മൾ സ്വന്തമായി എന്താണോ ആ വഴികളിലൂടെ മുന്നോട്ട് നീങ്ങുക. എന്നെപ്പോലെയുള്ള അല്ലെങ്കിൽ എന്നെക്കാട്ടും കഴിവുള്ള നിങ്ങളോട് എനിക്ക് പറയാനുള്ളത്, നിങ്ങൾ എന്താണോ ആഗ്രഹിക്കുന്നത് അതുമായിട്ട് നിങ്ങൾ മുന്നോട്ട് പോവുക. ആരെയും മടിച്ചു നിൽക്കുന്ന ഒന്നിനെയും ഭയപ്പെടാണ്ട് നിങ്ങൾ മുന്നോട്ട് പോവുക. അത്രയും എനിക്ക് പറയാം. റിതത്തിന്റെ ലൊക്കേഷൻ വരുന്നത് മലാപ്പറമ്പ് ജംഗ്ഷനിൽ മെജസ്റ്റിക് കോംപ്ലക്സ് ബിൽഡിംഗിൽ 2nd ഫ്ലോറിൽ.